ആദ്യത്തെ പന്തക്കുസ്ത തിരുനാൾ അപ്പസ്തോലന്മാർ ആഘോഷിച്ചത് ഇതുപോലെയുള്ള കഷ്ടപ്പാടുകളുടെയും കണ്ണീരിൻ്റെയൊക്കെ നടുവിലാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന യഹൂദന്മാരെ കുറിച്ചുള്ള ഭയം നിമിത്തം പുറത്തു വരാൻ പേടിച്ച് കഥകടച്ചൊളിച്ചിരുന്നവരാണ് അവർ. പന്തക്കുസ്ത അവർക്ക് നൽകിയ പുതിയ ഉണർവ്, കഥക് തുറക്കാനും ധൈര്യം സംഭരിച്ച് പുറത്തു വരാനും ഈശോയെ ഇഷ്ടത്തോടുകൂടെ പ്രസംഗിക്കാനും ഒക്കെ ശക്തി നൽകി. ഈ പന്തക്കുസ്ത തിരുനാൾ നമുക്കും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സമൃദ്ധമായിട്ട് ലഭിക്കാനും നമ്മുടെ നിരാശയും നമ്മുടെ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കപ്പെട്ട് ഉണർവോടുകൂടെ കർത്താവിനെ പ്രഘോഷിക്കാനുള്ള ശക്തി ലഭിക്കാൻ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പന്തക്കുസ്ത തിരുനാളിലെ നിങ്ങളുമായിട്ട് 3 ആത്മീയ ചിന്തകൾ പങ്കുവയ്ക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്ന്, പന്തക്കുസ്ത തിരുനാളിലെ പരിശുദ്ധ അമ്മയാണ് നമുക്ക് മാതൃകയും മധ്യസ്ഥയും. സഭാപിതാവായിട്ട് വിശുദ്ധ ജെറോം പറയുന്നത് പുതിയ നിയമത്തിൽ ആദ്യത്തെ പന്തക്കുസ്ത മംഗളവാർത്തയാണ്. ഗബ്രിയേൽ മാലാഖ മറിയത്തോട് മംഗളവാർത്ത അറിയിച്ചപ്പോൾ മറിയം അസ്വസ്ഥയായി. അവള് പറഞ്ഞു, ഇതെങ്ങനെയാണ് സംഭവിക്കുക? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക? മാലാഖ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, അത്യുന്നതന്റെ ശക്തി നിന്റെ മേല് വന്ന് നിറയും. നീ ഗർഭം ധരിക്കുന്ന കുഞ്ഞ് മനുഷ്യന്റെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ടാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. ശിഷ്യന്മാരെ കർത്താവിന്റെ മരണശേഷം അസ്വസ്ഥരായിരുന്നു, അവർ ഒളിച്ചു പാർത്തവരായിരുന്നു. കർത്താവ് സ്വർഗാരോഹണത്തിന് മുൻപ് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, അത്യുന്നതന്റെ ശക്തി നിങ്ങളിൽ നിറയുവോളം നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം നൽകാൻ കാരണമായി. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സഭയുടെ ജന്മത്തിന് കാരണമായി. ക്രിസ്മസ് ഈശോയുടെ ജനനമാണ് ആഘോഷിക്കുന്നത് എങ്കിൽ പന്തക്കുസ്ത സഭയുടെ ജനനമാണ് ആഘോഷിക്കുന്നത്. മറിയമാണ് രണ്ടിന്റെയും അമ്മ. മറിയത്തെ പോലെ കർത്താവിന്റെ വാക്കുകൾക്ക് കാതോർക്കാനും ആ വാക്കുകളിൽ ജീവിക്കാനും നമുക്ക് പഠിക്കാം. മറിയത്തിന്റെ മാതൃക നമ്മുടെ ഹൃദയത്തിലെ പന്തക്കുസ്ത സ്വീകരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കട്ടെ. രണ്ടാമതായിട്ട്, പന്തക്കുസ്തയ്ക്ക് ശേഷം സഭയ്ക്ക് വന്ന ഏറ്റവും വലിയ അനുഗ്രഹം ശിഷ്യന്മാരുടെ മേലെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ സമൃദ്ധിയായിട്ട് വർഷിക്കപ്പെട്ടു എന്നുള്ളതാണ്. പേടിച്ച് ഒളിച്ച് പാർത്ത പത്രോസ് ശിഷ്യന്മാരും കതക് തുറന്ന് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെ ആനുകൂല്യത്തോടുകൂടെ പുറത്തു വന്നു. അവരെ ജെറൂസലേമിന്റെ മുഖമണ്ഡപത്തിലെ ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പ്രസംഗിച്ചു. അവർ പ്രസംഗിക്കുന്ന ആവേശം കണ്ടിട്ട് പറഞ്ഞു, ഇവർക്ക് പുതുവീഞ്ഞിന്റെ ലഹരിയാണ്. പത്രോസ് പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ ലഹരിയാണ്. പന്തക്കുസ്ത തിരുനാളിലെ വന്ന ഏറ്റവും വലിയ മാറ്റം വരദാനങ്ങളാൽ നിറയപ്പെട്ട ഒരു ശിഷ്യ സമൂഹം, അതാണ് സഭയായിട്ട് മാറിയത്. ദ ചേർച്ച് ഹാസ് ബിക്കം കരിസ്മാറ്റിക്. നമുക്കൊരു ധാരണയുണ്ട്, കരിസ്മാറ്റിക് എന്ന് പറയുന്നത് ധ്യാനം കൂടിയിട്ട് ചിലർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. നമ്മൾ ചിലപ്പോൾ ഇതോട് അനുകൂലമായിട്ട് പ്രതികരിക്കാറില്ല. പക്ഷെ ഒരു കാര്യം എനിക്കിവിടെ പറയാൻ ആഗ്രഹമുണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത ആർക്കും തന്നെ വചനത്തിന് സാക്ഷികളാകാൻ സാധിക്കുകയില്ല. ഞാനും നിങ്ങളും സുവിശേഷത്തിന്റെ സുഗന്ധമാകുന്നത്, സുവിശേഷത്തെ സാക്ഷ്യമാകുന്നത് നമ്മുടെ ശക്തി കൊണ്ടും യുക്തി കൊണ്ടും നമ്മുടെ മിടുക്ക് കൊണ്ടും സാമർഥ്യം കൊണ്ടും ഒന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ടാണ്. അമോരിസ് ലെത്തീസിയ എന്ന അപ്പസ്തോലിക ലേഖനത്തിലെ ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളെ വിളിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്. മാർപ്പാപ്പ അവിടെ പറയുകയാണ്, ദമ്പതികള് വിവാഹമെന്ന കൂദാശയിലെ അഭിഷിക്തരാകുകയാണ്, ഗാർഹിക സഭയുടെ അജപാലകരായിട്ട്. അവരുടെ ദാമ്പത്യ സ്നേഹത്തിലൂടെ അവർക്ക് സംലപ്തമാകുന്ന മക്കളെ വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കാനും നേർവഴിക്ക് നയിക്കാനും അവർക്ക് സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ അവർ സ്വീകരിക്കണം. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ലും 1 കൊറിന്തോസിന്റെ 12-ാമത്തെ അധ്യായത്തിലും വരദാന ഫലങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ വരദാന ഫലങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കളെ വിശുദ്ധീകരിക്കാനും പഠിപ്പിക്കാനും നയിക്കാനും കഴിയുക. പരിശുദ്ധാത്മാവിന്റെ പന്തക്കുസ്ത നമുക്ക് നൽകുന്ന 3ാമത്തെ കൃപ, സഭ പ്രേക്ഷിതയായി. നിങ്ങൾക്കറിയാം, സഭയുടെ പ്രേക്ഷിത ദൗത്യം
മെത്രാന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും മാത്രം നൽകപ്പെട്ടിരിക്കുന്ന ഒരു സ്വകാര്യ ഉത്തരവാദിത്വമല്ല. മാർപ്പാപ്പ എക്സ്ട്രാordinary മിഷൻ മന്ത് ആഘോഷിച്ചപ്പോൾ 2019 കൃത്യം പറഞ്ഞു, മാമോദീസ നൽകപ്പെട്ടിരിക്കുന്നത് അയക്കപ്പെടാനാണ്. നിങ്ങൾ ലോകത്തിന്റെ അതിർത്തികൾ വരെ പോകുവിൻ, എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഓരോ മാമോദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയും അയക്കപ്പെട്ടവനാണ്. നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ, നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരെയും അറിയിക്കാൻ. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് സങ്കടത്തോടുകൂടെ പറഞ്ഞത്, സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. സുവിശേഷം പ്രസംഗിക്കുന്ന പാദങ്ങൾ എത്ര സുന്ദരം. എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടത്? പ്രഥമത നമ്മുടെ ജീവിത വിളി കൊണ്ടാണ്. എനിക്ക് തൃശ്ശൂർ പട്ടണത്തിൽ അറിയുന്ന ഒരു ഡോക്ടറുണ്ട്. പ്രഗത്ഭനായിട്ടുള്ളൊരു ഫിസിഷ്യനാണ്. കാശിനോടൊട്ടും കൊതിയില്ലാത്തൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാവിലെ തുടങ്ങി രാത്രി വരെ ജനക്കൂട്ടമാണ് അദ്ദേഹത്തെ കാണാൻ, മരുന്ന് കുറിക്കാൻ. എല്ലാവരോടും സ്നേഹപൂർവ്വം സംസാരിക്കും, എല്ലാവർക്കും മരുന്ന് കുറിച്ച് കൊടുക്കും. അദ്ദേഹം കാശിനോട് കൊതിയില്ലാത്തത് കൊണ്ട് ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഇഷ്ടമുള്ളത് ഏതാ? മരുന്ന് കുറിപ്പ് അദ്ദേഹം നിങ്ങളുടെ കയ്യിൽ തരുന്നതിന് മുമ്പ് പറയുന്നൊരു വാചകമുണ്ട്, മക്കളെ, മെഡിസിൻ ആൻഡ് ഡോക്ടർ മേ ഗോ ഓൺലി ഹാഫ് ദ വേ, ഗോഡ് അലോൺ ക്യാൻ ടേക്ക് ഹോൾ ദ വേ. ഈ മരുന്നിനും വൈദ്യത്തിനൊക്കെ പകുതി വഴി നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈശോയ്ക്ക് മാത്രമേ, ദൈവത്തിന് മാത്രമേ നിങ്ങളെ മുഴുവൻ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അദ്ദേഹത്തിന് ഒരിക്കൽ ഷാലോം ടെലിവിഷൻ ഇന്റർവ്യൂ നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിത് ചെയ്യുന്നത് എൻ്റെ ജോലി, എൻ്റെ സുവിശേഷ പ്രഘോഷണമാണ്. ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയുണ്ടല്ലോ, അതാണ് എൻ്റെ സുവിശേഷ പ്രഘോഷണം. നമ്മുടെ രൂപത 2019 സ്ഥാപിതമായത്. ഇന്ത്യയുടെ മഹാഭൂരിഭാഗം ഭാഗങ്ങളും നമ്മുടെ രൂപതയിലാണ്. നമ്മുടെ രൂപത ഒരു മിഷൻ രൂപതയാണ്. നമ്മളെല്ലാവരും പ്രവാസികളെന്ന നിലയ്ക്ക് മിഷണറിമാരാണ്. നമ്മൾ ഈ നാട്ടിലൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടാനും കുറെ കാശുണ്ടാക്കാനും മാത്രമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലെ ഈ സ്ഥലം നമുക്കറിയാം, ഇവിടുത്തെ ഭാഷ നമുക്കറിയാം, ഇവിടുത്തെ ജനങ്ങളെ നമുക്കറിയാം. അവരോടൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം നൽകാൻ സാധിക്കണം. അതുകൊണ്ട് നമ്മുടെ രൂപതയുടെ മിഷണറി ചൈതന്യം കത്തിജ്വലിക്കാനായിട്ട് പന്തക്കുസ്ത കാരണമാകണം. എവരി മൈഗ്രന്റ് ഈസ് എ മിഷണറി. നമ്മുടെ രൂപതയുടെ ഈശോയെ അറിയാത്ത എല്ലാ സ്ഥലങ്ങളിലും ഈശോയെ അറിയിക്കാൻ നമുക്ക് കരം കോർക്കാം. ഒരുപക്ഷെ സമ്പത്ത് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സഹായിച്ചുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ പള്ളികൾ പണിയാൻ നമുക്ക് സംഭാവന കൊടുത്തുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലെ സഭയുടെ സുവിശേഷം പ്രസംഗിക്കാൻ നമ്മുടെ വൈദികർക്ക് വഴികാട്ടി കൊടുത്തുകൊണ്ടായിരിക്കാം. നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് കർത്താവിനെ പ്രഘോഷിക്കാൻ കഴിയട്ടെ. നമ്മുടെ രൂപതയിലെ എല്ലാ ഇടവകകളോടും, എല്ലാ കുടുംബങ്ങളോടും, എല്ലാ സംഘടനകളോടും എനിക്ക് പറയാൻ ഒരു ആഗ്രഹമുണ്ട്. നമ്മുടെ രൂപതയുടെ ദൗത്യം വെറും മൈഗ്രൻ്റ് കെയർ അല്ല. നമുക്ക് മൈഗ്രൻ്റ് കെയറിലൂടെ മിഷൻ കെയറിലേക്ക്, പ്രേക്ഷിത ദൗത്യത്തിലേക്ക് പോകണം. അങ്ങനെ കർത്താവിൻ്റെ സുവിശേഷം അറിയാത്ത ആരും ഈ ലോകത്തിൽ ഉണ്ടാകാത്തൊരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാം. പന്തക്കുസ്ത തിരുനാൾ കൊണ്ടാടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മാർ തോമാസ് ലീഹായുടെ ധീരതയും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തീക്ഷ്ണതയും നമുക്ക് കൂട്ടിനുണ്ടാകട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുമക്കളെയും കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. കോവിഡിൻ്റെ കഷ്ടപ്പാടിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നിങ്ങളുടെ സ്വന്തം സ്നേഹമുള്ള തട്ടിൽ പിതാവ്